കടൽ കാണാൻ പോവുക എന്നാണ് എൻ്റെ ഒരു കടൽ കാണാനുള്ള ആഗ്രഹം. അത് എല്ലാ മനുഷ്യർക്കുള്ളതാണ്. പക്ഷേ ഒരു വീൽ ചെയറിൽ ജീവിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. ഞാൻ ഈ സിനിമ കാണുമ്പോഴെപ്പോഴും ആ കുട്ടിയല്ല, ഈ സംവിധായകൻ തന്നെയാണല്ലോ അതെന്നുള്ളതാണ് നമ്മളെപ്പോഴും ഇങ്ങനെ വധിച്ചുകൊണ്ടിരുന്നത്. ഇത് അനിൽ ഇതിലെ ആ മുരടൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചാൽ വളരെ വളരെ ആ കഥാപാത്രത്തോട് ഇത്രമാത്രം ഇണങ്ങി എന്നുള്ളതാണ് വലിയ സംഭവം. ഇത് അതിൽ അഭിനയിച്ച അലിയാലി. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, സമയം വിട്ടു കൊടുക്കില്ല. ഞാൻ വാസ്തവത്തിൽ ഈ സിനിമ എൻ്റെ ജീവിതം പുനരാവിഷ്കരിച്ചതുപോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ മെൻ്റലി ഹാൻഡിക്യാപ്റ്റായ ഒരു കുട്ടിയുടെ പേരിൻ്റെ അച്ഛനാണ്. അവരെ 31 വയസ്സ് വരെ വളർത്തി. 31 വയസ്സിൽ 72 ദിവസം അമൃതയിലെ ചികിത്സയ്ക്ക് ശേഷം അവൻ ഏഴോ അവസ്ഥകളെ മുക്തിക്കുന്നു. ഞാൻ വേറൊന്നും പറയുന്നില്ല. ആ മോൻ്റെ ഓർമ്മ കൂടി നമ്മൾ ഇതിൽ ചേർത്ത് വെക്കുകയാണ്. അദ്ദേഹം വിരുമ്പിൽ പോയി വിളിക്കാം. അദ്ദേഹം വിരുമ്പിൽ പോയി അദ്ദേഹത്തിൻ്റെ മോൻ്റെ ഓർമ്മ കൂടി നമ്മൾ ഈ ദിനം എല്ലാവരിലേക്കും ചേർത്ത് വെക്കും. നല്ലൊരു ഗായിക കൂടിയായ ഇവിടെ ഗസൽ അവതരിപ്പിച്ചിട്ടുള്ള പേര് ഞാൻ വിട്ടുപോയി, സോണി. നമസ്കാരം. ഞാൻ ഇന്ന് ഒരുപാട് ഭാഗ്യവതിയാണെന്ന് ഞാൻ വിചാരിക്കുന്ന ദിവസമാണ്. കാരണം വെറുതെ വീട്ടിലിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇങ്ങോട്ട് വരണം. ഞാൻ അനിയത്തിയുടെ മോളെയും കൂട്ടിയിട്ട് പെട്ടെന്ന് അനിയത്തിയെ വിളിച്ചിട്ട് ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറയുകയാണ്, ഇന്ന് അവളുടെ ട്യൂഷനൊക്കെ മാറ്റി വെക്കണം, ഞങ്ങളിന്ന് ചങ്ങമ്പുഴ പാർക്കിൽ പോവുകയാണ്. അപ്പോൾ അനിയത്തി പറഞ്ഞു കുഴപ്പമില്ല ചേച്ചി പൊക്കോളൂ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല ഞാൻ എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ സാറിനെ കണ്ടു. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെയാണ് ആദ്യം കണ്ടത്. അപ്പോൾ സാറിനോട് ചോദിച്ചു, സാർ ഇവിടെ എന്താണ് സിനിമ എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചു. പുസ്തകം വാങ്ങി. അപ്പോൾ സിനിമ 6 മണിക്കെന്ന് പറഞ്ഞു ആദ്യം. പിന്നെ ഇവിടെ ഒരു മോള് പറഞ്ഞു 6:30 പറഞ്ഞു. പക്ഷെ എനിക്ക് തിരിച്ചു പോകാൻ സാധാരണഗതിയിൽ എനിക്ക് തിരിച്ചു പോകാൻ തോന്നുന്നത് ഞാൻ, പക്ഷേ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അതെല്ലാം എനിക്ക് എന്താണെന്നറിയോ, അതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറയുന്നത് ആത്മാവാണ് ഈ സിനിമ. ഇതൊരു വെറുതെ ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു തിരക്കഥയും അല്ലെങ്കിൽ കഥയും അവതരിപ്പിക്കുന്ന സാധാരണ കോടികൾ മുടക്കി ചിത്രത്തിന് വേണ്ടി ചിത്രീകരിച്ച ഒരു സിനിമയല്ല. ഇതൊരു ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് കൊണ്ടുണ്ടാക്കിയ ഒരു ചിത്രമാണിത്. അതുകൊണ്ടാണ് ആ ആത്മാവ് അടുപ്പിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരേണ്ടി വരും, അത് കാണേണ്ടി വരും, കണ്ടേ മതിയാകൂ. അതാണ് കാരണം. സാറ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ അനിയത്തിയും വന്നു. അനിയത്തിയെ ഞാൻ വിളിച്ചു വരുത്തി. അവളും ഈ ഒരു ഭാഗ്യവതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനിയത്തി വന്നു. അവളും ഒരുപാട് ടയേർഡാണ്, ബാങ്കിൽ നിന്ന് വന്നു. എന്നിട്ട് പോലും അതാണ് ഞാൻ പറഞ്ഞത്, ഈ സിനിമ കാണുന്നവരെല്ലാം ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമാണ്. സാർ ഒരുപാട് നന്ദി, ഇങ്ങനെ ഒരു ചിത്രം ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു. ഇത് ചിത്രമല്ല, ഇത് ഒരുപാട് പേരുടെ മനസ്സാണ്, കഥയാണ്, അനുഭവമാണ്. ഞങ്ങൾക്ക് ഒരു ചേച്ചിയാണ്, ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞങ്ങളുടെ മൂത്ത ചേച്ചി മെൻ്റലി ചാലഞ്ച്ഡാണ്. ചേച്ചി ഞങ്ങളുടെ കൂടെ തന്നെ വീട്ടിലുണ്ട്. ചേച്ചി ഏറ്റവും കൂടുതൽ ഞങ്ങളോട് ആഗ്രഹിച്ച് പറയാറുള്ള ഒരു കാര്യമുള്ളൂ, കടൽ കാണണം. ഇത് മാത്രമേ ചേച്ചി എന്നും ആഗ്രഹിച്ച് പറയാറുള്ളൂ. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് തീരുമാനിച്ചു, ഇനി എന്ത് തിരക്കുണ്ടെങ്കിലും, ഇനി എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും, ഞങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും, ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും ചേച്ചി ഞങ്ങൾക്ക് കടൽ കാണിക്കാൻ കൊണ്ടുപോകണം. കാരണം അതൊക്കെ മനസ്സിലാക്കി തരാൻ പറ്റിയത് ഈ സിനിമയിലൂടെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനുഷ്യർ റിയലൈസ് ചെയ്യുന്നില്ല. കാരണം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ, പലതും നേടാനും എല്ലാത്തിനും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇതുപോലെയുള്ള ആൾക്കാരുടെ മനസ്സും അവരുടെ ആഗ്രഹങ്ങളും വീട്ടിൽ ഇരുന്ന് പോകുന്നവരുടെ പ്രശ്നങ്ങളും നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കണം. അതാണ് ഈ ചിത്രത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കളെ, വളരെ ഏറെക്കാലത്തിന് ശേഷം ഒരു നല്ല സിനിമ കണ്ടു എന്നുള്ള സംതൃപ്തിയാണ് ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായത്. പിന്നെ ഇതിൽ ആ ലൊക്കേഷൻ, അത് പറയാതിരിക്കാൻ വയ്യ. അതൊരു ടിപ്പിക്കൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ എല്ലാം ഒപ്പിയെടുത്തിട്ടാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നത്. അത് ഒട്ടും ആർട്ടിഫിഷ്യലായിട്ട് ആർക്കും തോന്നില്ല. അതൊരു കുടുംബത്തിൽ നടക്കുന്ന കാര്യമായിട്ടാണ് തോന്നിയത്. അങ്ങേയറ്റം അതിൽ ശക്തമായ കഥാപാത്രങ്ങളാണ് അലിയും അലിയുടെ ബാപ്പയും. അവർ നമ്മളെ മനസ്സിൽ തന്നെ
തറച്ച് കയറുന്ന അലിയുടെ ഒരു നിശ്ചയദാർഢ്യം എന്നുള്ളത് ഒരു ടീനേജറിനെ സംബന്ധിച്ച് അത്രയും സ്ട്രോങ് ആയിരുന്നു. അലി വിചാരിച്ച കാര്യം സാധിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു പയ്യനാണ്. അതുപോലെ ബാപ്പയാണെങ്കിൽ വരച്ച വരയിൽ നിർത്തുന്ന ബാപ്പയും ഇത്തരം കഥാപാത്രങ്ങളെ കൊണ്ടുവന്നു. മാത്രമല്ല ഒരു ഹാൻഡിക്യാപ്ഡ് ഗ്രൂപ്പിന്, ഹാൻഡിക്യാപ്ഡ് എന്നൊന്നും ഇപ്പോൾ പറയാൻ പാടില്ല, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയ ആളുകളെ അവർക്ക് വേണ്ടുന്ന എക്സ്പോഷർ കൊടുക്കാനായിട്ട് നമുക്ക് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമയാണിത്. അവരെ പുറത്തോട്ട് കൊണ്ടുവരാൻ, അവരെ ഒരു റൂമിൽ അടച്ചിട്ടിരിക്കേണ്ടവരല്ല, അവർക്ക് ധാരാളം കാഴ്ചകൾ കാണാനുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അലിയുടെ ഭാര്യയും അവസാനം ടീച്ചേഴ്സ് ആവുകയാണ് രണ്ടുപേരും. അവർ അത്തരം കുട്ടികളെ തന്നെ പരിശീലിപ്പിക്കാനായിട്ട് ആ ദൗത്യം ഏറ്റെടുക്കുന്ന 2 ടീച്ചേഴ്സായിട്ട് മാറുകയാണ്. ഇത്തരം സിനിമ നമ്മുടെ സമൂഹത്തിൽ ഇനിയും വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും അനുമോദിക്കുകയാണ്, അഭിനയിച്ചവരെയും സംവിധായകനെയും എല്ലാവരെയും. ഏറ്റവും നല്ല ഒരു തീം എടുത്ത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ ചേരുവകളും കൃത്യമായി ചേർത്തിട്ട്, അപാകതകളുണ്ടാവാം, എനിക്കൊന്നും അങ്ങനെയൊന്നും കാണാനുള്ള കഴിവൊന്നുമില്ല, എങ്കിലും ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഈ സിനിമയെ ഏറ്റവും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഈ നല്ലൊരു സിനിമ. താങ്ക് യു. ഞാൻ ഒന്നുകൂടെ സബ്ഷൻ കൂട്ടിച്ചേർക്കാനാണ്. എൻ്റെ വൈഫാണ് ഇപ്പോൾ സംസാരിച്ചത്. എൻ്റെ പേര് കലാധരൻ, ഉഷയുടെ വൈഫാണ്. അതായത് ഒന്നുകൂടെ കൂട്ടിച്ചേർക്കാനാണ്. ഇതിൽ പ്രത്യേകിച്ച് അഭിനയം ആരും പറയാത്ത മണക്കാട് ഉഷയുടെ അഭിനയം വളരെ അമ്മമ്മയായിട്ട് അവർ നല്ലൊരു അഭിനയമായിരുന്നു. പിന്നെ ഈ 2 പേരാണ് ആ സ്റ്റോറിയുടെ ത്രെഡ് വലിക്കുന്നത്. വളരെ വളരെ നല്ലത്. എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ചിൽഡ്രൻ ആർ ഫ്രം ഹെവൻസ്. അവരൊരു ചെരുപ്പിന് വേണ്ടിയാണ് ആ സിനിമ. ഇറാനിയൻ മൂവിയാണ് അത്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കാണിച്ചിരുന്നു. നല്ലൊരു സിനിമ. അതിൻ്റെ അതുപോലത്തെ ഇതാണ്. കടൽ കായ്ക്കണം എന്നുള്ള ഒരു നടക്കാൻ ഡിഫറൻഷിയേബിൾഡ് ഒരു കുട്ടിയെ എന്തുവാണ് അവരെ കടൽ കായ്ക്കണം എന്നുള്ള ആ ഒരു തീം മാത്രം എടുത്തിട്ട് അതിന് എന്തുമാത്രം സഹിക്കേണ്ടി വന്നു, വാപ്പയുടെ അടി കൊള്ളുന്നു, എന്നിട്ടും ഒരു അനുഭവം വന്നിട്ടും വീണ്ടും ആ ഡിസൈറിലോട്ട് കൊണ്ടുപോകുന്നത് വലിയൊരു അവർക്ക് ആ ഡിഫറൻഷിയേബിൾഡ് കുട്ടികൾക്ക് ഒരു ആത്മധൈര്യം കൊടുക്കുന്ന നല്ല ചിത്രമായിട്ടാണ്. എന്തായാലും അണിയറയിലും അഭിനയിച്ചവർക്കും എല്ലാവർക്കും അനുമോദനങ്ങൾ. ഞാൻ ഇപ്പോൾ സംസാരിച്ചത് ഡോക്ടർ കലാധരൻ എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഡോക്ടർ ഉഷ കിരൺ. ഞാൻ ഒരു സംഭവം കൂടി ഇതിനോട് ചേർത്ത്, അത് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. ഞാൻ കടൽ കാണാൻ വേണ്ടിയിട്ട് പണ്ട് LP സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങൾ LP സ്കൂൾ ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരും കൊണ്ടുപോയിരുന്നു. അപ്പോഴേ എൻ്റെ ക്ലാസ്സിൽ തീരെ കാല് നടക്കാൻ വയ്യാത്ത കുട്ടിയുണ്ടായിരുന്നു, സത്യ. അവൾ സ്കൂളിലെ ഏറ്റവും നല്ല പാട്ടുകാരിയായിരുന്നു. അവളെ ഞങ്ങൾ പകുതി തോളിൽ തൂക്കി കുറച്ചൊക്കെ അധ്യാപകർ എടുത്തിട്ടൊക്കെയാണ് അന്ന് കടൽ കാണാൻ കൊണ്ടുപോയത്. എന്നെയൊക്കെ അച്ഛൻ ഇടയ്ക്കിടെ കടൽ കാണാൻ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കടൽ കണ്ടിട്ട് സ്കൂളിൽ പിറ്റേ ദിവസം വരുമ്പോൾ കുട്ടികൾക്ക് ഈ സത്യക്ക് മാത്രം അങ്ങനെ പാരൻസിൻ്റെ കൂടെ ഒന്നും പോകാൻ സാധിക്കില്ലായിരുന്നു. അപ്പം സ്കൂളിൽ നിന്ന് ഞാൻ ടീച്ചേഴ്സിനോട് പറഞ്ഞ് സത്യയുടെ ആഗ്രഹം പറഞ്ഞ് സത്യ പാട്ടിനൊക്കെ 1ാം സ്ഥാനം മേടിക്കുന്ന കുട്ടിയുണ്ട്, അത് കൺസിഡർ ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ടീച്ചേഴ്സ് കടൽ കാണാൻ കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്ന് കടൽ വരെ നടന്നിട്ടാണ് കൊണ്ടുപോയത്. ഒരു 5-6 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും. വെയിലത്ത് നടന്നു പോയി അന്ന് കണ്ട് ആ സത്യ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ട്, അവളും ടീച്ചറായിരുന്നു, പിന്നെ വർക്ക് ചെയ്യാൻ പറ്റാതെ വീട്ടിലിരിക്കപ്പായി. ഞാൻ എൻ്റെ സർവീസിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞാൻ അവളെ കാണാൻ വേണ്ടി നാട്ടിൽ പോയപ്പം ചെന്നപ്പോൾ അവളും അവളുടെ ബ്രദറിനും ഹാൻഡിക്യാപ്റ്റാണ്. അവരെ മാത്രം വീട്ടിൽ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഈ 2 പേരും അവരെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ട് അവർ വീട്ടിൽ അങ്ങനെ ഒതുങ്ങിക്കൂടുമായിരുന്നു. ഞാൻ അവളെ കണ്ടപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ അവളുടെ കട്ടിലിരുന്നു. അപ്പം പറഞ്ഞു നമ്മൾ കടൽ കാണാൻ പോയ അതെനിക്കിപ്പോഴും ഓർമ്മ വരുന്നു. ഞാൻ പറഞ്ഞു നിന്നെ എന്തായാലും ഞാൻ കടൽ കാണാൻ കൊണ്ടുപോകും എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. പക്ഷേ എനിക്ക് സൗകര്യം കിട്ടിയില്ല. ഞാൻ എൻ്റെ മോള് ഡ്രൈവ് ചെയ്യുന്നതാണ്. മോളെ കാറിൽ അവളെ കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സാധിച്ചില്ല. പിന്നീട് ഞാൻ ചെന്നപ്പോൾ അവൾ മരിച്ചുപോയി. അവൾ എന്നെ പിരിഞ്ഞുപോയി. ഇന്ന് ഈ സിനിമ അവളെ ഓർത്തുപോയി. സോറി. സിനിമ ഇത്രയും നല്ല ദൃശ്യാനുഭവം എന്നല്ല, നമ്മുടെ മനസ്സിൽ ഭയങ്കരമായി തട്ടുന്ന തരത്തിൽ തന്നെ അതിലെ ഓരോ കഥാപാത്രങ്ങളും പരസ്പരം മത്സരിക്കുന്ന തരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കഥയും സംവിധാനവും ഒക്കെ ഒരുപക്ഷെ നമ്മൾ ചില കഥകളൊക്കെ വായിക്കുമ്പോൾ ആ കഥകൾ അതിൽ പരാമർശിക്കുന്ന പേരുകളൊക്കെ വേറെയാണ് എങ്കിലും അതിലെ ആത്മാംശം വളരെ വളരെ പ്രധാനമാണ്.
ആ ആത്മാംശം ഏറ്റവും നന്നായി ആ കുട്ടിയും അതുപോലെ തന്നെ ആ സംവിധായകൻ്റെ അത്തരം വികാരങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. 3 കൊല്ലമായി ഇത്തരമൊരു സിനിമ ഇറങ്ങിയിട്ട് എന്നുള്ളത് നമ്മളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിലെ നമ്മുടെ ഒരു പിന്നോക്കാവസ്ഥയും ഒക്കെ കൂടിയാണ്. അതും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ആയിരുന്നാലും മെട്രോ വളരെ നല്ല ഒരു ദൗത്യമാണ് ഏറ്റെടുത്തത്. ആ സിനിമ നമ്മളെ കാണിക്കുന്നു എന്നുള്ളത്. ഇത്രയും മികച്ച സിനിമകൾ സംവിധാനം ചെയ്യാനുള്ള ധൈര്യം ഒരുപക്ഷെ മെട്രോയെ പോലെയുള്ള ഫിലിം സൊസൈറ്റികൾ തന്നെയാണ് നൽകുക. ആ സംവിധായകനെയും അതിൽ അഭിനയിച്ചവരെയും ഒക്കെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാം, ചെറുതായാലും ഇതാണ്. ഈ സിനിമ ഇന്ന് ഇത്രമാത്രം നമ്മളുടെ ഹൃദയത്തിൽ പതിഞ്ഞ്, സത്യം പറയുകയാണെങ്കിൽ കരച്ചിൽ വരെ വന്നുപോയി. നമുക്കറിയാം ഈ സംവിധായകനും ഇതേപോലെ തന്നെ വീൽ ചെയറിലാണല്ലോ എന്നുള്ളത്. ഇതുപോലെയുള്ള സിനിമകൾ കൊച്ചിൻ മെട്രോ ഫിലിം സൊസൈറ്റി ഈ ചങ്ങമ്പുഴ പാർക്കിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ കുറേ മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഈ താല്പര്യം തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അതേപോലെ തന്നെ ഇന്ന് ഇത് ഡയറക്റ്റ് ചെയ്ത സംവിധായകനും ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിന് എത്രമാത്രം നന്ദി പറയണമെന്ന് എനിക്കറിയുകയില്ല. അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച, ഞാൻ പ്രത്യേകം ചോദിക്കണമെന്ന് വിചാരിച്ചതാണ് ആരാണ് അതിൽ ഈ പാർട്ട്. പക്ഷേ അദ്ദേഹം തന്നെ ഇവിടെ നിന്ന് വന്ന് കാണാൻ സാധിച്ചതിലും വളരെ തന്മയത്വമായിട്ട് ആ കുട്ടിയെ അടിക്കുന്നതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഹൃദയം പൊട്ടിപ്പോയി. അത് അങ്ങനെ തന്നെ അഭിനയിക്കാൻ ഇത്രയും ധൈര്യം കാണിച്ച അങ്ങയോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ അവസരം. അതുപോലെ തന്നെ ഈ കൊച്ചു പയ്യൻ ആ കുട്ടിക്ക് ഐഡിയ കൊടുത്തിട്ട് കടൽ കാണിക്കാൻ കൊണ്ടുപോകുന്നത് വളരെ സരസമായിട്ടുണ്ട്. നല്ല ഒരു സ്റ്റോറി. ഇത്രയും നമ്മളെ പിടിച്ചിരുത്തിയ അതിനാണ് അതിൻ്റെ അഭിനന്ദനം തീർച്ചയായിട്ടും ഈ സംവിധായകന് ഉള്ളതാണ്. ഇതുപോലെ തന്നെ ഇനിയും നല്ല നല്ല പടങ്ങൾ അദ്ദേഹത്തിന് നിർമ്മിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഇപ്പോൾ സംസാരിച്ചത് ശ്രീ PR നായർ, ഇവിടുത്തെ സംഗീത സദസ്സിൻ്റെ സെക്രട്ടറിയാണ്. എത്രയോ വർഷങ്ങളായി സാംസ്കാരിക കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ഞാൻ അത്രയധികം കാലമായിട്ടില്ല. എൻ്റെ പേര് കൃഷ്ണൻ കുറൂർ, PV കൃഷ്ണൻ കുറൂർ. ഞാൻ അടുത്ത കാലത്തൊന്നും അങ്ങനെ സിനിമകൾ കാണാറില്ല. ചെറുപ്പകാലത്തൊക്കെ ഈ ന്യൂ വേവ് സിനിമകൾ, ഫിലിം സൊസൈറ്റികളൊക്കെ നടത്തുന്ന സിനിമകളൊക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഇത്, ഞാൻ കുറച്ച് കവിതയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. സുഗതകുമാരിയുടെ ഒരു കവിത വായിച്ചത് ഓർക്കുകയാണ്. കടൽ എങ്ങനെ ഇരിക്കും എന്നറിയാത്ത അന്ധരായ കുറേ കുട്ടികൾ, അവർക്ക് കാഴ്ചയില്ലല്ലോ, എങ്ങനെയാണ് കടൽ ഇരിക്കുന്നതെന്ന് അവർക്ക് ശബ്ദങ്ങളിലൂടെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ കടൽ അവരുടെ സങ്കല്പത്തിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെ ഈ കടൽ എന്താണെന്ന് അറിയാത്ത അന്ധരായ കുട്ടികളെ കടൽ കാണിക്കുന്ന ഒരു സംഭവം. ആ കുട്ടികൾ എങ്ങനെ കടലിനെ അനുഭവിക്കുന്നു, കടൽ കാണാൻ പറ്റില്ല അവർക്ക്, അനുഭവിക്കുന്നു എന്ന് ചിത്രീകരിക്കുന്ന ഒരു കവിതയാണത്. അപ്പോൾ അത് ഓർമ്മ വരാൻ കാര്യം, ഈ പ്രകൃതിയിൽ ഒരുപാട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളുണ്ട്. അത് കാണുന്നത് വരെ ആ കാണാനുള്ള ത്വര ഇങ്ങനെ മനുഷ്യരിലുണ്ടായിരിക്കും. അപ്പോൾ അത് കാണാൻ നിയോഗമില്ലാത്ത മറ്റ് കാരണങ്ങളാൽ വെല്ലുവിളികൾ നേരിടുന്നവരെ സംബന്ധിച്ച് അത് വലിയൊരു, അതിങ്ങനെ ഓരോ നിമിഷവും ഈ കടൽ കാണാൻ ഈ കുട്ടി ഇങ്ങനെ കൊതിക്കുന്നതും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ കൂട്ടുകാർ എത്ര ആത്മാർത്ഥമായിട്ടാണ്. ഇതാണ് ജീവിതമെന്ന് പറയുന്നത്. നമുക്ക് കുട്ടികളുടെ ശരികളെല്ലാം മുതിർന്നവർക്ക് ശരിയായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു പ്രയോഗം അതിനകത്തുണ്ട്, വളരെ അർത്ഥവത്താണ്. കുട്ടികളെ നമ്മൾ പലപ്പോഴും നമ്മുടെ മനോഗതിക്കനുസരിച്ച് രൂപപ്പെടുത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയല്ല, അവർക്ക് ഒരു 12 വയസ്സെങ്കിലും കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവരെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മുടെ ഡോക്ടറാക്കണം, അല്ലെങ്കിൽ അതാക്കണം, ഇതാക്കണം, നമ്മുടെ ആഗ്രഹങ്ങൾ അവരിലൂടെ, അല്ലെങ്കിൽ നമുക്ക് നേടാൻ കഴിയാതെ പോയ ചില കാര്യങ്ങൾ അവരിൽ
അവരങ്ങനെ ആയി കാണണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരു പട്ടാള ചിട്ടയിൽ കൊണ്ടുപോകുന്ന ഒരു കാലത്ത് ഇത്തരം സിനിമകൾക്ക് വളരെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ അത് വലിയ വലിയ സന്ദേശങ്ങളാണ്. ഒരു ചെറിയ സിനിമയാണ്, പക്ഷേ ഇത് നൽകുന്ന സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ, ഇത് കണ്ടവരാരും മറക്കില്ല. അത്ര ടച്ചിങ് ആയിട്ടത് എടുത്തിട്ടുണ്ട്. അതിൽ അഭിനയിച്ചവർ, അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ എല്ലാവരെയും ഞാൻ ഹാർദമായി അനുമോദിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എൻ്റെ ഒരു സുഹൃത്തായ ജോളി ഒരു ആക്ടറാണ്, അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുകയാണ്. അദ്ദേഹം എന്തെങ്കിലും പറയണം. പിന്നെ ഇതിൽ അഭിനയിച്ച ഒരു കൃഷ്ണൻകുട്ടി, KK എന്ന് വിളിക്കുന്ന കൃഷ്ണൻകുട്ടി ബാക്കിലുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നു. സാറേ. ഹലോ, എൻ്റെ പേര് മോഹൻകുമാർ. ഇവിടെ എടപ്പള്ളി സീനിയർ സിറ്റിസൺ ഫോറത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ ഞാൻ ഇവിടെ ഉണ്ട്. മിക്കവാറും എന്നും തന്നെ പാർക്കിൽ വരുന്നുണ്ട്. മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പല പടങ്ങളും ഞങ്ങളിവിടെ കാണാറുണ്ട്. അത് ഈ അടുത്തിടയിൽ കണ്ടിട്ടുള്ളതിൽ ഒരു നല്ല സിനിമ, ഒരു ടച്ചിങ് സ്റ്റോറി ഇതിനുണ്ട്, നല്ല ഛായാഗ്രഹണമുണ്ട്, അഭിനയിച്ചവരും ആ മെയിൻ നടൻ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ കടലും പുഴയും ഒക്കെ തന്നെ പ്രകൃതിയുടെ ഒരു അനുഗ്രഹമാണ് നമുക്ക്. ഞാൻ പമ്പയാറിൻ്റെ തീരത്ത് വളർന്ന ഒരു ആളാണ്. എൻ്റെ കുടുംബത്ത് ഒരു 2-3 പേര് ചേർന്ന് കൊച്ചുവള്ളം ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ വെള്ളം പൊങ്ങുമ്പോൾ, പമ്പയാറ്റി വെള്ളം പൊങ്ങുമ്പോൾ വിറക് പിടിക്കുകയും, ഒരു കണക്കിന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു 6 മാസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ വർഷത്തിൽ തന്നെ മൊത്തം തീയരിക്കുന്നത്, അന്നൊന്നും ഗ്യാസൊന്നും ഇല്ലാത്ത കാലത്ത് തീയരിക്കുന്നത് പമ്പയാറ്റിൽ നിന്ന് കിട്ടുന്ന വിറവ് കൊണ്ടാണ്. അപ്പോൾ അതൊരു വലിയ റിസ്ക്കുള്ള പണിയാണ്. ശബരിമലയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന പമ്പയാറ്റിൽ കൂടെ അവിടെ നിന്നുള്ള തടികളും കാര്യങ്ങളും വിറകുകളും പത എന്ന് വേണ്ട, കപ്പത്തടിയായാലും കൊള്ളാം, വാഴയായാലും കൊള്ളാം, എല്ലാം വരും. ആട്ടുംകുട്ടി വരെ വന്ന് കിട്ടിയിട്ടുമുണ്ട്, അതിനെയൊക്കെ പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്കൊരു സംഭവം ഉണ്ടായത്, വള്ളം അവിടെ കടലിൽ കെട്ടിയിട്ടിട്ട് അച്ഛനൊരു കടുങ്കാപ്പ് കുടിക്കാൻ വേണ്ടി അടുത്ത് തന്നെയാണ് വീട്, അങ്ങോട്ട് കയറിപ്പോയ സമയത്ത് ഞാൻ വള്ളത്തിൻ്റെ കെട്ടഴിക്കുകയും അതിൽ തുഴയാനൊന്നും വലിയ പരിചയമില്ല, ഒരു 10-11 വയസ്സേ കാണത്തുള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരനെ വള്ളത്തെ കയറ്റിയിട്ട് ചുമ്മാതൊന്ന് തുഴഞ്ഞു നോക്കിയതാണ്. വള്ളം കൈ നിന്നില്ല, ഒഴുക്കുവാക്കിന് പെട്ടു. പിന്നെ ഒരു തരത്തിൽ അച്ഛൻ നീന്തി വന്ന് വള്ളം പിടിച്ച അടുപ്പിക്കുകയും, അത് കഴിഞ്ഞ് ഒരു അച്ഛൻ്റെ കൈ എങ്ങനെയൊക്കെ എവിടെയൊക്കെ വീണു എന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ അതുപോലൊരു അടിയാണ് ഈ സീൻ കാണിച്ചത്. അതുപോലൊരു അടി ആ പയ്യൻ വാങ്ങിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു പോയി എന്ന് തന്നെ പറയാം. ഏതായാലും ഈ ഒരു പടത്തിൻ്റെ സംവിധായകനും അതിനകത്ത് അഭിനയിച്ച എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഇനിയും നല്ല നല്ല പടങ്ങൾ ഈ സംവിധായകന് ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹത്തെ ഞാൻ വിളിച്ചത്. അദ്ദേഹം ഒരു ആക്ടർ കൂടിയാണ്, അതാണ് ഞാൻ വിളിച്ചത്. എൻ്റെ സുഹൃത്ത് കൂടിയാണ്. എന്തെങ്കിലും കടൽ എപ്പോഴും എത്ര നേരം കണ്ടു നിന്നാലും മതി വരാത്ത ഒരു അനുഭവമാണ്. ഈ സിനിമ കണ്ട് കൊതി തീരാത്ത ഒരനുഭവമാണ്. എൻ്റെ സീനിലേക്ക് എത്തുമ്പോൾ ചെറിയ ചില ലോജിക് പ്രശ്നങ്ങൾ ഉണ്ട്. അത് സിനിമയുടെ സൗന്ദര്യത്തിൽ നമ്മൾ മറക്കും. ഇത്രയൊക്കെ. മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി നിലയ്ക്ക് ഈ സിനിമ ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് വളരെയധികം അഭിമാനമുണ്ട്. അത് ഈ സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ഈ സംവിധായകരോട് ഒരു ചെറിയ സംശയവും, സംവിധായകരുടെ ജീവിതം തന്നെയാണ് എൻ്റെ അകത്ത് തറച്ചു വെച്ചത്. അല്ല, അങ്ങനെയാണോ അവർ സംശയം ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ എൻ്റെ ഫോട്ടോഗ്രാഫി വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ഇതിൽ അഭിനയിച്ചവരെല്ലാവരും ഒരു ചെറിയ സംശയം, ഈ കുട്ടി കടൽ കാണാൻ ആഗ്രഹിച്ച കുട്ടിയെ എല്ലാവിധ ആഗ്രഹങ്ങളും സാധിച്ചു കടൽ കാണാനുള്ള എല്ലാ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കുട്ടിയെ കടൽ കാണാൻ അവസാനം കുട്ടിയുടെ അമ്മയെ കൊല്ലേണ്ടി വന്നു എന്നുള്ള ആ മരണത്തിന് ശേഷമാണ് കുട്ടി കാണുന്നത്. അത്തരത്തിലേക്ക് എനിക്ക് അങ്ങനെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ത്രെഡ് കൊണ്ടുവന്നതെന്നുള്ളത്. കാരണം അതല്ലാതെ ഞാൻ ധരിച്ചു കഴിഞ്ഞാൽ ഇവർ വാനിൽ ബിരിയാണി കൊണ്ട് പോകുന്ന സമയത്ത് അങ്ങനെ കാണാൻ കഴിയും. അത് ഇതിൻ്റെ ബിൽഡപ്പ് വളരെ മനോഹരമാണ്. കാരണം ഓരോ നിമിഷവും ഇവർ ആ കടൽ കാണാൻ എങ്ങനെയെങ്കിലും എത്തിപ്പെടും
എന്നുള്ള ഒരു നല്ല ബിൽഡപ്പാണ് ഇതിൻ്റെ. പക്ഷേ ആ ഒരു ഇതിൽ എനിക്ക് ഒരു ചെറിയൊരു വിഷമം തോന്നി, മരണത്തിലൂടെ വേണ്ടിയിരുന്നോ കടൽ കാണാൻ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഏതായാലും ഈ യെസ് വളരെ മനോഹരമായ സിനിമയാണ്. മനോഹരമായിട്ട് സിജുവിന് ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ വേണുഗോപാൽ. ഞാനിവിടെ സാംസ്കാരിക കേന്ദ്രവും സീനിയർ സിറ്റിസൺ ഫോറത്തിലും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച് വരുന്ന ആളാണ്. ഈ കഥയെക്കുറിച്ച് പറയുമ്പോഴത് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ഈ കഥയുടെ ഒരു ഭാഗത്തും നമുക്കൊരു ബോറടിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടോ തോന്നുകയേയില്ല. അങ്ങനെ കണ്ണെമയ്ക്കാതെ കണ്ടിരിക്കാനുള്ള അത്രയും ആ കഥാതന്തു അഡ്ജസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് എന്നത്. തീർച്ചയായിട്ടും അതൊരു പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഇത്രയും ഭംഗിയായിട്ട് കണ്ണടയ്ക്കുന്നില്ല നമ്മൾ. കാരണം എല്ലാ അനുഭവങ്ങളാണെങ്കിൽ എല്ലാം ഇഴുകി ചേർന്നിരിക്കുകയാണ്, കഥയായിട്ട് ചേർന്നിരിക്കുകയാണ് അതിൻ്റെ ഓരോ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ. അതുപോലെ തന്നെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള കഥയായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആ കഥയിലൊക്കെ നമുക്ക് അറിയാതെ നമ്മളിൽ ഇൻവോൾവ് ചെയ്ത് പോവുകയാണ്. അത്രമാത്രം അലിഞ്ഞു ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ സംവിധായകൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. ഇതിലുള്ള വാപ്പയായിട്ട് അഭിനയിച്ച ശ്രീ അനിൽ ഞങ്ങളവിടെ ഇപ്പോൾ സ്ഥിരം വരുന്നതാണ്. അദ്ദേഹത്തിന് ധാരാളം കണ്ടും പരിചയമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് അഭിനയിച്ച അലി അതിപ്പം കാണുകയാണ്. മോനൊട്ടും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയൊക്കെ ഭംഗിയായിട്ട് അഭിനയിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ. ഇത് ഞങ്ങൾക്കൊക്കെ കാണാനൊരു അനുഭവമാണ്. ഒരു തീർച്ചയായിട്ടും ഒരു ജീവിതത്തിലൊരു ഭാഗമാണ് ഇത് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകനെയും മറ്റ് അംഗങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. സംവിധായകനിലേക്ക് തന്നെ പോകാം. ആദ്യം അനിലിലേക്ക്. ഇതിലും മുഖ്യ കഥാപാത്രം അഭിനയിച്ച് ഫലിപ്പിച്ച നമ്മുടെ സീരിയലുകളിൽ അഭിനയിക്കുന്നു. നിങ്ങൾക്കെല്ലാം ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും, ഇനി ശ്രദ്ധിക്കുക. അനിൽ എന്നൊരു നല്ലൊരു നടൻ നമ്മുടെ കൂടെയുണ്ട്. ഓക്കെ, സന്തോഷം. നിങ്ങൾ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്നതാണ് അതിൻ്റെ സിനിമ കാഴ്ചയാണ്. അത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞതിൽ വലിയ ഒന്നും എനിക്ക് പറയാനില്ല. കുട്ടിക്കാലം മുതൽ അഭിനയ രംഗത്ത് ഒക്കെ നിൽക്കുന്നു. അങ്ങനെ ഞാൻ ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലിൽ അഭിനയിക്കുന്നത് കണ്ടിട്ടാണ് എന്നെ ഡോക്ടർ ക്ഷണിക്കുന്നത്. അങ്ങനെ ഞാൻ ചെന്ന് ഈ കഥ കേൾക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതുവരെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു ക്യാരക്ടറാണെന്നുള്ളൊരു ബോധ്യം വരികയും ഒരു കുടുംബം പോലെ അതിലെല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടാണ് സിനിമയിൽ തന്നെ കഴിയുന്ന രീതിയിൽ അത് ചെയ്യാൻ കഴിഞ്ഞു. അഭിനന്ദനങ്ങൾ നിങ്ങൾ അർപ്പിച്ച നിങ്ങൾ പറയുന്ന ആ വാക്കുകളാണ് എനിക്ക് തുടർന്നും ഈ രംഗത്ത് നിൽക്കാനുള്ള ശക്തി നൽകുന്നു. ഒപ്പം തന്നെ ഈ ഒരു കഥാപാത്രത്തെ വിശ്വസിച്ചേൽപ്പിച്ച സംവിധായകനോടുള്ള ആ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുന്നു. ഒപ്പം തന്നെ സിനിമയുടെ ഞങ്ങൾ 3-4 പേര് ഇതിലുള്ളെങ്കിൽ പോലും ഇതിൽ വളരെ അശ്രാന്തം പരിശ്രമിച്ച ക്യാമറമാൻ അടക്കം ഒരുപാട് പേര് ഇതിൻ്റെ കൂടെയുണ്ട്. അവരെയും ഇവിടെ എത്താത്ത അഭിനേതാക്കളുണ്ട്. അതിൽ മുത്തശ്ശിയായിട്ട് അഭിനയിച്ച അമ്മ, അങ്ങനെ ഒരുപാട് പേര്, മറ്റ് കുട്ടികളായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ. അതുപോലെ ആര്യ എന്ന് പറയുന്ന നമ്മുടെ ഹോസ്റ്റലറിലും മിന്നൽ മുരളി എന്നൊക്കെ ഈ മയ്യൗട്ടിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രശസ്ത ഒരു നടിയാണ് അതിൽ ഈ എൻ്റെ പെങ്ങളായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെയുള്ള ഒട്ടനവധി പ്രഗത്ഭർ ഇതിൻ്റെ സൗണ്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഇപ്പോൾ വാലിബനടക്കം ചുരുളി അടക്കം അതുപോലെ തന്നെ ഒരുപാട് ലിജോയുടെ ഏതാണ്ടും ഭൂരിപക്ഷം സിനിമകൾക്ക് സൗണ്ട് ചെയ്ത ആളാണ് ഇതിൻ്റെയും സൗണ്ട് ചെയ്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് വാലിബൻ്റെ അടക്കം സൗണ്ട് ചെയ്തിട്ടുള്ള ഫസൽ ആണ് ഇതിൽ പ്രവർത്തിച്ചത്. അങ്ങനെ എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഡോക്ടറുടെ വലിയ ഒരു സിനിമ, ഒരു ഫീച്ചർ സിനിമ ചെയ്യണമെന്നുള്ള സ്വപ്നം ഇതുപോലൊരു സിനിമയിലൂടെ സാധിച്ചതിൽ ഞങ്ങൾ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഒപ്പം ഇവിടെ എത്തിയ ഈ തിരക്കുകൾക്കിടയിൽ ഇതൊക്കെ ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള ക്രൗഡും പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഏകാഗ്രമായി സിനിമ കാണാൻ നിങ്ങളുടെ വിലപ്പെട്ട ടൈം ഇതിനു വേണ്ടി ചെലവഴിക്കുകയും വലിയ നിർദ്ദേശങ്ങൾ ഇവിടെ പറയുക. സാധാരണ സിനിമ കണ്ടിട്ട് ഉടനെ പോവുകയാണ്, പക്ഷേ അതല്ല, സിനിമയെക്കുറിച്ച് പറയണമെന്ന് കരുതിയിരിക്കുകയും അതിനെ സംസാരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ ആദിത്യ, നിങ്ങളിപ്പോൾ കണ്ട അലിയാണ് ഞാൻ. എൻ്റെ കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ആദിത്യയിൽ നിന്ന് അലിയാക്കിയത് തികച്ചും ആ ലൊക്കേഷനായിരുന്നു. ഡോക്ടറുടെ വീടും ഡോക്ടറുടെ ഫാമിലി. ഞങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ 3 പിള്ളേരും, അതായത് അലി, ആസിഫ്, ഫൈസി, ഇൻഷ, ഞങ്ങൾ 4 പേരും ഒരുവിധം ഒരാഴ്ചത്തോളം എല്ലാവരും ഒരുമിച്ചായിരുന്നു ആ ഡോക്ടറുടെ വീട്ടിൽ. ആ പരിസരത്തോട് ഇഴുകി ചേർന്ന് ഞങ്ങളങ്ങനെ അലിയായി, ആസിയായി, ഫൈസിയായി, ഇൻഷയായി മാറി.
അതുപോലെ തന്നെ ഡോക്ടർക്ക് വലിയൊരു നന്ദി എനിക്ക് ഈ ചിത്രത്തിലൊരു അവസരം തന്നതിനും. അതുപോലെ എല്ലാവർക്കും വളരെ 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 നന്ദി. നിങ്ങളുടെ ഓരോരുത്തരുടെ സമയവും വിലപ്പെട്ട സമയം ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിനും ആൻഡ് താങ്ക്സ് ടു മൈ പാരൻസ് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും. സോ താങ്ക് യു. ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞ് നിർത്തിയെടുത്തും തുടങ്ങാം. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ എൻ്റെ ഒരു സെൻസർ സമയത്ത് നടന്നൊരു സംഭവത്തിൽ എന്തുകൊണ്ട് ഈ കഥ, ഇതൊരിക്കലും എൻ്റെ കഥ എന്നുള്ള രീതിയിലല്ല. പിന്നെ കടൽ എന്ന് പറയുന്നത് നമ്മളൊരു സിംബോളിക്കായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്ത് വസ്തുവും ഇപ്പോൾ ഞാൻ 2013 ആദ്യത്തെ വീൽ ചെയർ എടുക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ക്യാഷുള്ള, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ക്യാഷുള്ള ആ വീട്ടിൽ ഇതുപോലെ ഒരു വീൽ ചെയർ ആവശ്യമുള്ള ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അച്ഛൻ കുറച്ച് ഓർമ്മകൾ ഇവിടെ മോനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരൊരിക്കലും വീട്ടിൽ പറയില്ല. വീട്ടുകാരുടെ ആവശ്യങ്ങളും മറ്റു പലതുമാണ്. അവർക്കറിയാം മോന് വയ്യാത്തതാണ്, മോൾക്ക് വയ്യാത്തതാണ്. പക്ഷേ അവരുടെ ആവശ്യങ്ങൾ, കുടുംബത്തിൽ പല കാര്യങ്ങളുണ്ടാകും, മക്കളെ കെട്ടിക്കേണ്ട പല പല കാര്യങ്ങളിൽ നമ്മളും ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ അവരിൽ നിന്ന് ഭക്ഷണമായിട്ടും മരുന്നായിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടും നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കേണ്ടത് നമുക്ക് 5 പൈസ അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ അതുകൊണ്ടും അവർ റെഡിയാണെങ്കിൽ പോലും, ഞാൻ പല പല കുടുംബത്തിലെ കാര്യങ്ങൾ പറയും, നമ്മൾ കൊടുക്കില്ല. നമ്മൾ പറയുന്നത് കൂട്ടുകാരോടായിരിക്കും. ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ എല്ലാം പറയുന്നത് അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരോടാണ്. ഇവിടെ കടലില്ല, എന്തോ ആയിക്കോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞ വീൽ ചെയർ പോലെ ഇനി ഞാൻ പോകുന്നത് സെൻസർ സമയത്തേക്ക്. അപ്പോൾ അവിടെ നമ്മുടെ ഗുരു സിനിമയുടെ ശ്രീലക്ഷ്മി മാം, MG ശ്രീമാരി ചേട്ടൻ, MG രാധാകൃഷ്ണ സാറിൻ്റെ വൈഫ്, അങ്ങനെ കുറേ പേരുണ്ട്. ഇവർ സിനിമ കണ്ട് കരഞ്ഞിരിക്കുവാണ്. ഒരു ചെറിയ ലൈറ്റ് മാത്രമേ ഉള്ളൂ, ഫുൾ ലൈറ്റ് തിയേറ്ററിൽ ഇട്ടിട്ടില്ല. ബാൽക്കണി ലെവലിലുള്ള ട്രിവാൻഡ്രം മാളിലെ ഒരു തിയേറ്റർ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഡയറക്ടറുമായിട്ടൊരു സിനിമ ഷോ കഴിയുമ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ ഫ്രണ്ടിലേക്ക് ചെല്ലുന്നു. ആദ്യം കുറച്ച് സൈൻ ചെയ്യാനൊക്കെ ഉണ്ട്. സൈൻ ചെയ്യാനുള്ള സ്ഥലം വരെ മാറിപ്പോകുന്നുണ്ട് എനിക്ക് കാണിച്ചു തരുന്നത്. കാരണം അവരെൻ്റെ മുഖത്ത് നോക്കുന്നില്ല, വിറച്ചിരിക്കുക മാഡം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും ചോദിക്കാനില്ല എന്ന് പറഞ്ഞു. ഞാൻ സെൻറ്ററിലേക്ക് മാറി. ഈ MG രാധാകൃഷ്ണൻ സാറിൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് ഈ സിനിമ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവർ 6-7 പല പല സീരിയലായിട്ട് പല ഏരിയയിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇരുണ്ട ലൈറ്റാണ്, ഓരോ സെൻറ്ററിൽ സ്റ്റെപ്പ് കയറി പോകുന്നത് സ്റ്റെപ്പ് കാണാൻ വേണ്ടി ഓറഞ്ച് കളർ ലൈറ്റുകൾ സൈഡിലുണ്ട്. ഞാൻ മാമിനോട് ചോദിച്ചു, മാം ആ ലൈറ്റ് മാം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. മാം പറഞ്ഞ് കാണുന്നുണ്ട്. മാം എനിക്ക് ആ ലൈറ്റ് ഒന്ന് കാണണം, കാരണം ഇത് ബാൽക്കണിയാണ്, എനിക്ക് ചെയർ അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല, എനിക്ക് ആ ലൈറ്റ് ഒന്ന് കാണണം, മാം ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മാമിൻ്റെ മറുപടി ഞാൻ തന്നെ പറയുകയാണ്. അപ്പോൾ മാം ചിലപ്പോൾ പറയുന്നത്, എടോ അത് എന്ത് കാണാനാണ്, അത് ഈ ലൈറ്റ് താൻ അവിടെ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന അതിൽ കൂടുതലായിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, അത് തന്നെ താൻ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് മാമിൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ആ ലൈറ്റ് അത് മാം പറഞ്ഞ പോലെയാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഞാൻ അവിടെ പോയി കാണണം. അപ്പോൾ എനിക്ക് തിരിച്ചൊരു വിശദീകരണമല്ല വേണ്ടത്, എനിക്ക് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് അവിടെ എത്തിക്കുക. ഞാൻ അത്രയും ആ സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ സിനിമ ഒരു സ്വപ്നമാണ്. എത്രയോ വർഷമായിട്ട് സിനിമ ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി കാണുന്നതല്ല. വലിയ വലിയ സിനിമകൾ, പക്ക കൊമേഴ്ഷ്യൽ സിനിമകളും, എൻ്റെ തിയേറ്റർ മൊത്തം ഡാൻസ് ചെയ്യിപ്പിക്കുന്ന സിനിമകളും ഒക്കെ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ. എല്ലാത്തരം സിനിമകളും ആ സിനിമകളിലേക്ക് പറ്റിയാൽ നടക്കട്ടെ, ഞാൻ ശ്രമിക്കും. ശ്രമിച്ചില്ലെങ്കിൽ ഞാൻ വിട്ടുകളയും. എനിക്ക് തോന്നും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ ഞാൻ ചാടി ഇറങ്ങും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടുകളയും. ഞാൻ അതിൻ്റെ പുറകെ ഞാൻ പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. എനിക്കിതിൽ നല്ല കുറേ ആർട്ടിസ്റ്റുകളെ കിട്ടി, നല്ല കുറേ ടെക്നീഷ്യന്മാരെ കിട്ടി. ഇപ്പോൾ അബു ബിൻ ഫസൽ, അവർ ആ വലിയ പടങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പുള്ളി സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ തുടങ്ങി. ടച്ച് സെറ്റപ്പുള്ള എത്രയോ ലക്ഷങ്ങൾ മുടക്കി ചെയ്ത പുള്ളിയുടെ വീട്ടിൽ തുടങ്ങിയ സ്റ്റുഡിയോയിലെ ആദ്യത്തെ പടമാണ് നമ്മുടെ ഇൻഷ. ഇപ്പോൾ പുള്ളി മലൈക്കോട്ടെ വാലിബൻ വരെ വന്നിരിക്കുന്നു. ഇപ്പോൾ ഇൻഷ കഴിഞ്ഞിട്ട് ഫോറൻസിക് ചെയ്തു. നമ്മുടെ അനിൽജി എത്രയോ സിനിമകൾ ചെയ്തു. ഒരുപാട് പേര്, എല്ലാവരും തന്നെ വലിയ വലിയ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം വളരട്ടെ, എല്ലാവരും വളരട്ടെ. നമുക്ക് വലിയ വലിയ സിനിമകൾ ചെയ്ത് ഞങ്ങൾ ഇനിയും വരും. നല്ല സിനിമകളുമായിട്ട് പ്രോത്സാഹനം നൽകിയ എല്ലാവർക്കും നന്ദി. താങ്ക് യു. നമ്മൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു കേട്ടോ, നമ്മുടെ ഇത് ഇന്ന് നടക്കുവാനുള്ള പ്രധാനപ്പെട്ട ഈ വേദി മഹാനായ ചങ്ങമ്പുഴ നിലയത്തിലാണ്. ആ സാംസ്കാരിക കേന്ദ്രമാണ് ഇതിൻ്റെ ആദ്യ പടി വെക്കുകയും ഞാൻ നമ്മുടെ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള രവി മാഷിനോട് സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞതിലെ കൊണ്ടുവരും നമുക്കിത് ചെയ്യാം എന്ന് പറയുകയും അതിന് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ഭാഗമായി മുൻകൈയെടുത്ത് നിന്നത് ജോർജ് സാറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് നമ്മൾ ക്യാമറയും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാം. അങ്ങനെ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഒരു വലിയ ഒരു താല്പര്യവും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ സഹകരണവുമാണ് ഇതിവിടെ
ഇന്ന് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ചങ്ങമ്പുഴ സാംസ്കാരിക വേദിയുടെ സാംസ്കാരിക കേന്ദ്രത്തിലെ എല്ലാ പ്രവർത്തകർക്കും, ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, വിശിഷ്ട ഇതിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ്, മറ്റുള്ളവർക്കും ഈ ഞങ്ങളുടെ എല്ലാവരുടെയും ക്രൂവിൻ്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തകരോടുള്ള നന്ദിയും കടപ്പാടും ഇതിനൊപ്പം ചേർക്കുക. ഏതായാലും വളരെ അർത്ഥവത്തായ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ സംതൃപ്തി, അതിൻ്റെ സംവിധായകർ, നടന്മാർ എല്ലാവരോടും സംസാരിക്കാനുള്ള ഒരു അവസരവും ഇവിടെ വന്നത് എല്ലാവർക്കും മെട്രോ ഫിലിം സൊസൈറ്റിയുടെ പേരിലും ഈ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പേരിലുള്ള നന്ദി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചടങ്ങ് ഈ സിനിമ തീർന്നു.